ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു KCL ഫാനോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ഫാനോ ആണെങ്കിൽ എങ്ങനെ നമുക്കവിടെ പോകാമെന്നുള്ളതും ഞാൻ പോയതിൻ്റെ അനുഭവത്തിൽ പറഞ്ഞൊരു വീഡിയോ കേട്ടോ. ഇപ്പോൾ ഞാൻ അമ്പലപ്പുഴയിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ അമ്പലപ്പുഴയിൽ നിന്നൊരു 5-5:15 പറഞ്ഞാൽ ഒരു ലേറ്റ് ആവും ട്രെയിനാണ്. ആ ട്രെയിൻ ആകുമ്പോൾ വലിയ തിരക്കില്ല. ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് കയറിയിട്ട് അപ്പോൾ ഇത് നമ്മൾ തിരുവനന്തപുരം നോർത്തിലാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നതും. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇറങ്ങിപ്പോയി നമ്മൾ നേരെ പോയി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് മേളിലേക്ക് സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ എയർപ്ലെയിൻ നമ്മുടെ തലയുടെ മേളിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെച്ചാട്ടോ. പിന്നെ നേരെ ഇറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നു. അതിന് നേരെ കഴക്കൂട്ടം ബസ് കിട്ടി. അപ്പോൾ തന്നെ ഞാൻ കയറി. കുറച്ച് നേരം കഴിഞ്ഞാണ് കയറിയെങ്കിലും ഞാൻ പക്ഷേ എടുക്കാൻ മറന്നുപോയി. നമ്മളൊരു 10 മണി 10:30 അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റേഡിയത്തിനടുത്ത് തന്നെ മൂവി മാക്സ് കയറി ഒരു സിനിമയൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ നമ്മൾ കാർത്തിക് സൂര്യയുടെ ഫ്രണ്ട്സിനെ കണ്ടത്. അപ്പം ഓൾഡ് സ്കൂൾ ബോയ്സിനെ കണ്ടത്. അപ്പോൾ അവരുടെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂവിയൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഒരു 12:30 ആയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെയാണ് കയറിയത്. അപ്പോൾ ചോദിച്ചാൽ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഈ വീഡിയോ പറയുന്ന ആരും ഇല്ലയെന്ന് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ വോയിസ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്, കാരണം കേൾക്കത്തില്ല. ഇതിപ്പോൾ അവിടെ വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു എൻ്റെ വീഡിയോ എടുത്ത്. ഇപ്പം അവർ തിരിച്ച് പോയി സമയത്തെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. ചുമ്മാ സ്റ്റാറ്റസ് ഇടാനൊക്കെ എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് ഇതൊക്കെ. ആൻഡ് പിന്നെ ഒരു കാര്യം, ഇത്രയും ദിവസം സഞ്ജു സാംസൺ കളിയിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിലും അന്ന് ഞാൻ പോയ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ടീമും തിരുവനന്തപുരം തമ്മിലായിരുന്നു മാച്ച് വന്നത്. ഇതിപ്പോൾ ശരിക്കും 27-ാം തീയതി ആയിരുന്നു പോയത് നമ്മൾ. അത് കഴിയുമ്പോൾ ആനക്കുട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മാച്ച് തുടങ്ങി. സഞ്ജുവിനാണ് ഓപ്പണിംഗ് ചെയ്താൽ സഞ്ജു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജുവിനെ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളൊരു കാര്യം കൂടെ എനിക്കുണ്ട് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ടി വിയിൽ മാച്ച് കാണുമ്പോൾ നമ്മൾ വലിയ ഫാനാണല്ലോ. അപ്പോൾ ആ സമയത്ത് കാണാൻ പറ്റുമെന്നുള്ള വലിയ കാര്യം തന്നെയാണല്ലോ. അത് കഴിയുമ്പം അടുത്ത ആളും വന്നിട്ടുണ്ട്. ഓക്കെ, സഞ്ജു ഇതാണ്ട് ഇപ്പം ജേഴ്സി നമ്പർ 1 ആണ് സഞ്ജു കേട്ടോ. അറിയാത്തവരൊക്കെ പറയാം കേട്ടോ, അറിയാവുന്നവരുണ്ട്, എനിക്കറിയാം. ഈ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം കുറേയധികം ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെയൊക്കെ. അങ്ങനെയൊക്കെ ഇതൊരു വിക്കറ്റ് പോയതിൻ്റെയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ആണ് അതൊക്കെ. പിന്നെന്താണ്, ഇത് സഞ്ജുവിൻ്റെ ചേട്ടനാണ് കേട്ടോ. അത് ഞാൻ തിരിച്ചു വരുന്ന കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ ട്രെയിനിലാണ് വരുന്നത്. നമുക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും നമ്മൾ ട്രെയിൻ തിരിച്ചുള്ള എടുക്കുന്നത്. നമുക്ക് കൊച്ചുവേളിയിൽ നിന്ന് തന്നെ ട്രെയിനുണ്ട്. പക്ഷെ അത് 4 മണി എങ്ങാണ്ടാ, കറക്റ്റ് ടൈം ഓർമ്മയില്ല. 5 മണി 5:30 എങ്ങാണ്ടാന്ന് തോന്നുന്നു. അതിന് ഇൻ്റർസിറ്റി ഇല്ലേ, അതാണ് ഞാൻ അൺലിമിറ്റഡ്. അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ എനിക്ക് കളി കുറച്ചും കൂടെ കാണുമല്ലോ, വന്നില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം അത് വിട്ടിട്ട് ഞാൻ 7:30 ട്രെയിനാണ് കയറി പോകുന്നത്. അപ്പം നമ്മളവിടെ നേരെ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി. അതായത് നമ്മൾ ബസ് സ്റ്റാൻഡ് വെയിറ്റിംഗ് കേട്ടോ. ഞാൻ സ്റ്റേഡിയത്തിൽ നടന്ന് കുറച്ച് റൈറ്റിലോട്ട് നടന്നു പോയായിരുന്നു. അതുകൊണ്ട് ഈ ബസ് ഇടാൻ ചെയ്ത് താമസിച്ചു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതിൻ്റെ ആ ട്രെയിൻ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും പക്ഷേ അത് തിരുവനന്തപുരത്ത് നിന്ന് മൊത്തം ഫീൽഡായിട്ടുണ്ട്. കുറേ പേര് നിൽക്കുക തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ സ്റ്റേഷനിൽ എത്തി. ഇതിപ്പോൾ ഒരു 10:30 എങ്ങാണ്ടാകാറായി കേട്ടോ. അപ്പം വെളിയിൽ വിളിക്കാൻ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പം നമ്മൾ നേരെ വീട്ടിൽ കുറച്ച് കഞ്ഞിയും ഒക്കെ കൂടെ കുടിച്ചിട്ട് വേഗം കിടന്നുറങ്ങി. വെച്ചാൽ എനിക്ക് അടുത്ത ദിവസം ക്ലാസ്സിന് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കിടന്നുറങ്ങി. ആൻഡ് ബൈ ബൈ. ഫോളോ ചെയ്യാനും യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.